വാർത്തകൾ തുടരുന്നു. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന് CBI നോട്ടീസ് ഉണ്ടായിരിക്കുന്നു. അനിൽ അംബാനിയുടെ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് അഴിമതി നടത്തിയെന്ന കേസിലാണ് സത്യപാൽ മാലിക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും തുളസി ചേരുകയാണ്. തുളസി, കഴിഞ്ഞ ദിവസത്തിലായിരുന്നു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് കേന്ദ്ര സർക്കാരിനെതിരെ ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു CBI നോട്ടീസ് മാലിക്കിനെതിരെ വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ദേവിക, അനിൽ അംബാനിയുടെ റിലയൻസ് ജനറൽ ഇൻഷുറൻസിൽ അഴിമതി നടന്നെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന് CBI നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 28-ന് CBI ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഷുറൻസ് സ്കീമിൽ അഴിമതി നടന്നു ആണ് കേസിൽ സാക്ഷിയായാണ് സത്യപാൽ മാലിക്കിനെ വിളിപ്പിച്ചിരിക്കുന്നത്. കശ്മീർ ഗവർണർ ആയിരുന്ന സമയത്ത് സത്യപാൽ മാലിക് കശ്മീർ ഗവർണർ ആയിരുന്ന സമയത്ത് 2018-ൽ ഈ കമ്പനിയുടെ ഇൻഷുറൻസ് സ്കീം റദ്ദാക്കിയിരുന്നു. അതായത് ജമ്മു കശ്മീരിലെ സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമിൽ അഴിമതി നടന്നു എന്നാണ് റിലയൻസ് കമ്പനി അനിൽ അംബാനിയുടെ റിലയൻസ് ജനറൽ ഇൻഷുറൻസിനെതിരെ ഉയർന്നു വന്ന കേസ്. ഇതിൽ CBIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് റിലയൻസ് ജനറൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ട്രിനിറ്റി റീ ഇൻഷുറൻസ് ബ്രോക്കേഴ്സുമാണ് പ്രതിപട്ടികയിലുള്ളത്. 3.5 ലക്ഷം ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് 2018 സെപ്റ്റംബറിലാണ് ഇങ്ങനെയൊരു മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നത്. എന്നാൽ ഇതിൽ അഴിമതി ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി 3 മാസത്തിനുള്ളിൽ തന്നെ ഇൻഷുറൻസ് കൊണ്ടുവന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ ഗവർണർ ഇത് റദ്ദാക്കുകയായിരുന്നു. അതുപോലെ തന്നെ സത്യപാൽ മാലിക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം പിടിച്ചൊരു വ്യക്തിയാണ്. ഇതിന് പിന്നാലെയാണ്, ഇത്തരം ഒരു പുൽവാമ ആക്രമണത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ മറ്റൊരു കേസിൽ, അതായത് ഇൻഷുറൻസ് സ്കീം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലായി CBI വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ സാക്ഷിയായാണ് ഇദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 28-നാണ് ഹാജരാകാൻ നിർദ്ദേശം. ദേവിക. ശരി, തുളസിയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.